ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ടയർ വാൻചോ കേക്കാണ്. അപ്പോൾ വാൻചോ കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വാൻചോ കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് വനില കേക്കും അതുപോലെ ചോക്ലേറ്റ് കേക്കും റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വനില കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഒരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച ശേഷം നന്നായിട്ട് പതഞ്ഞു വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 30 ml സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 30 ml ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 7 ഇഞ്ചും അതുപോലെ 5 ഇഞ്ചിനുള്ള കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഓയിൽ പുരട്ടി ഒന്ന് മൈദപ്പൊടി ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. ഈ 1 കിലോയുടെ മെഷർമെൻറ്റ് നമ്മൾ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്യാസിൽ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു പാത്രം കൂടി ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കും ചെറിയ 5 ഇഞ്ചിൻ്റെ കേക്ക് ടീനും കൂടി ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതും നമുക്കൊരു 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 30 ml കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച ശേഷം നന്നായിട്ട് പതഞ്ഞു വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 30 ml സൺഫ്ലവർ ഓയിലും അതുപോലെ ഇളം ചൂടുള്ള ഒരു 30 ml പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെയും അതുപോലെ 5 ഇഞ്ചിൻ്റെയും കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് സമയം വലുത് 40 മിനിറ്റും ചെറുത് 20 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേക്കെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വനില കേക്ക് ചെറുത് 1 ലെയറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വലുത് 2 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കേക്ക് വലുത് 2 ലെയറും ചെറുത് 2 ലെയറും ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം 1ാമത്തെ ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് നനച്ചെടുത്ത ശേഷം ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി 2ാമത്തെ ലെയർ വനില കേക്ക് വെച്ച് കൊടുക്കാം. ഇതും നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നനച്ചെടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3ാമത്തെ ലെയർ ചോക്ലേറ്റ് കേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി 4ാമത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് നനച്ചെടുത്ത ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുത്താണ് ചോക്ലേറ്റ് ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ കോട്ടും കഴിഞ്ഞ് പുറത്തെടുത്തതാണിത്. ഇനി ചെറിയ കേക്കും കൂടി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെറിയ കേക്കും ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൂടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ വേണം കേട്ടോ ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ
മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ലൈൻ വരച്ചു കൊടുത്ത ശേഷം ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വിരൽ വെച്ചും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. സൈഡെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി വലിയ കേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഗനാഷ് വെച്ച് ഡിസൈൻ വരച്ചെടുക്കാം. ഈ ഒരു കേക്കിന് ഞാൻ വിരൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ചെറിയ കേക്ക് വലിയ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ഇത് മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിന് നടുവിലായിട്ട് ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്നും കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ 2 കേക്ക് റെഡിയാക്കി എടുത്തിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കേക്കിൽ ഞാൻ സ്ക്രാപ്പർ കൊണ്ട് ഐസിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.